the elections in Kerala are a fight between the LDF and BJP partnership and the UDF. There is a hidden hand that is helping the LDF against the UDF. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയും LDFും തമ്മിലുള്ള പങ്കാളിത്തം ഒരു വശത്തും മറുവശത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിക്കുന്ന ഒരു അദൃശ്യമായ കരമുണ്ട്. And if you ask any left worker, any CPM worker, whether the LDF is actually governing like a left party, they will all answer you that it is not. നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും പ്രവർത്തകരോടോ നേതാക്കളോടോ ചോദിക്കുക, ശരിക്കും ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ പോലെയാണോ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ല എന്ന് തന്നെ പറയും. Some of their leaders are fighting with UDF support. The first time in history that something like this has happened. ഇടതുപക്ഷത്തിന്റെ പല നേതാക്കളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ന് മത്സരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യമാണ്. Modi and the BJP know that the threat to them in Kerala and in India is the UDF and the Congress party. നരേന്ദ്രമോദിക്കും BJPക്കും അറിയാം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അവർക്ക് ഭീഷണി ഉയർത്തുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണെന്ന് അവർക്കറിയാം. And I don't need to give you proof of this, but I will give it to you. First proof is that Narendra Modi, in every speech of his, he talks about God, about temples, about religion. But when he comes to Kerala, he does not mention the gold that was stolen by CPM leaders from Sabrimala temple. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ തെളിവ് നൽകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് അതിന്റെ തെളിവ് തരാം. സാധാരണ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും ദൈവങ്ങളെക്കുറിച്ചും അമ്പലങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയും. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം ശബരിമലയിൽ നിന്ന് CPM നേതാക്കൾ സ്വർണം കൊള്ളയടിച്ചതിനെ കുറിച്ച് മാത്രം സംസാരിക്കില്ല. Because he wants to protect the chief minister and the CPM. എന്തുകൊണ്ടാണെന്നറിയാമോ? അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും CPMനെയും സംരക്ഷിക്കേണ്ടത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത്. So he has forgotten God, he has forgotten Hinduism, he's forgotten temples because he wants to help them. കാരണം അദ്ദേഹം ദൈവത്തെ മറന്നുപോയി, അദ്ദേഹം അമ്പലങ്ങളെ മറന്നുപോയി, അദ്ദേഹം ഹിന്ദുയിസത്തെയും മറന്നുപോയി. കാരണം എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന് ഇടതുപക്ഷത്തെ സഹായിക്കണം. Second thing, I fight the BJP, I fight the RSS. They've taken away my government house. They've taken away my membership from Lok Sabha. They attack me every day. I've been interrogated 55 hours by the ED. Income tax department is attacking me. Anybody who attacks the BJP gets attacked. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നെങ്കിൽ, ഞാൻ ദൈനംദിനം RSSനെയും BJP ആക്രമിക്കുന്ന ഒരാളാണ്. അവരെന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി എന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കി എന്നെ 55 മണിക്കൂറുകൾ തുടർച്ചയായി ചോദ്യം ചെയ്തു. ഇതാണ് BJPയും RSSനെയും നിരന്തരം ആക്രമിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. But your chief minister and his family do not get attacked for some reason. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരിക്കലും ആക്രമിക്കപ്പെടുന്നില്ല. There is no interrogation of your chief minister and his family. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുടെയും ചോദ്യം ചെയ്യൽ ഇതുവരെ നടന്നിട്ടില്ല. There is no ED, there is no CBI, there is no pressure on him, there is no attack by Narendra Modi on him. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ അവരുടെ പുറകിലില്ല. അദ്ദേഹത്തിന് മേലെ യാതൊരു സമ്മർദ്ദവുമില്ല. നരേന്ദ്രമോദി അദ്ദേഹത്തെ ആക്രമിക്കുന്നുമില്ല. So it is pretty clear that what we are fighting is a partnership. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇന്ന് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്, എതിർത്തുകൊണ്ടിരിക്കുന്നത് ഒരു പങ്കാളിത്തത്തെയാണ്. And remember who the partner is. ഇതിലെ പങ്കാളി ആരാണെന്ന് നിങ്ങൾ ഓർക്കുക. The partner is the same people
who set fire to Manipur. മണിപ്പൂരിനെ കത്തിക്കാൻ കാരണമായ ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പങ്കാളികളായിട്ടുള്ളത്. They are the same people who attacked the nurses from Kerala in Chhattisgarh. കേരളത്തിലെ നഴ്സുമാരെ ഛത്തീസ്ഗഡിൽ ആക്രമിക്കുന്ന അതേ ആളുകളാണ് ഈ പങ്കാളികൾ. They are the same people who divide India across religious lines മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഇന്ത്യയെ വിഭജിക്കുന്ന ആളുകളാണ് ഇതേ പങ്കാളികൾ. and spread hatred and violence everywhere. രാജ്യം മുഴുവൻ വിദ്വേഷവും അക്രമവും പടർത്തുന്ന ആളുകളാണിവർ. But there's another problem with the LDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. Today, I was shocked to hear that across Kerala now, there are CPM billboards with the chief minister's face on them. ഇന്ന് ഞാൻ വരുമ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കണ്ടിട്ട് കേരളത്തിൽ മുഴുവൻ CPM-ന്റെ പരസ്യ ബോർഡുകളാണ്, മുഖ്യമന്ത്രിയുടെ മുഖം പതിപ്പിച്ച ബോർഡുകൾ. And on the billboard are written the words, "Who else?" അത് മാത്രമല്ല, ആ പരസ്യ ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത് മറ്റാരാണ്. Now, first of all, the chief minister is not God that he is the only person who can rule Kerala. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ കേരളം ഭരിക്കാൻ കഴിയൂ എന്ന രീതിയിലുള്ള ഒരു ദൈവമല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. There are many talented people in this state. ഈ സംസ്ഥാനത്ത് കഴിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. Across the state, men, women, there are thousands and thousands of people who have unlimited talent. പരിധിയില്ലാത്ത കഴിവുള്ള ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കഴിവുള്ളവർ ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. They have the spirit of Kerala inside them. അവരുടെ ഉള്ളിൽ കേരളത്തിന്റെ ആത്മാവുണ്ട്, ചൈതന്യമുണ്ട്. They have humility, they have compassion, they have love for other people. അവരുടെ ഉള്ളിൽ വിനയമുണ്ട്, അവരുടെ ഉള്ളിൽ സഹാനുഭൂതിയുണ്ട്, അവരുടെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹമുണ്ട്. And the chief minister having a campaign that says he is the only person who can rule Kerala is an insult to every single Keralite. ഉദാഹരണത്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ്, അവരുടെ പ്രചരണം നടത്തുകയാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രി ആ ഒറ്റ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ കേരളത്തെ നയിക്കാൻ കഴിയും എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ മലയാളികൾക്കും കേരളത്തോടുമുള്ള അവഹേളനമാണ്. It is disrespecting the entire state if you say that there is only one man who can run this state. ഈ സംസ്ഥാനത്തെ നയിക്കാൻ ഒറ്റ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തുള്ള മറ്റു ജനങ്ങളെയും ഈ സംസ്ഥാനത്തെ മുഴുവൻ അവഹേളിക്കുന്നതിന്, അപമാനിക്കുന്നതിന് തുല്യമാണ്. It is the height of arrogance. ഇത് ധാർഷ്ട്യത്തിന്റെ അങ്ങേ അറ്റമാണ് ഇങ്ങനെ പറയുന്നത്. That the chief minister can authorize a campaign that asks the people of Kerala, who else? ഞങ്ങളല്ലാതെ, ഞാനല്ലാതെ മറ്റാരാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുവാൻ കേരളത്തിലെ ജനങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുവാൻ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടുവാൻ കഴിയുന്നത് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ്. In fact, I would advise the chief minister to remove this campaign from the streets of Kerala. ഒരർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഈ പ്രചരണങ്ങളും പരസ്യ ബോർഡുകളും ഈ പ്രചരണവും കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ Because every time a Keralite looks at that poster, he is made to feel insulted because he is being told that he cannot lead this state. കാരണം ഈ പോസ്റ്ററുകളിലേക്ക് നോക്കുമ്പോൾ ഓരോ മലയാളി ഓരോ സമയം നോക്കുമ്പോൾ ആ വ്യക്തി സ്വയം അപമാനിക്കപ്പെടുന്നതായി തോന്നും. കാരണം ആ വ്യക്തി ചിന്തിക്കാൻ പ്രേരിതനാവുകയാണ്, എനിക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിൽ. And it is this precise mindset, this arrogant mindset that we are fighting. ഈ പറയുന്ന ധാർഷ്ട്യമുള്ള മനോഭാവം, കൃത്യമായ ധാർഷ്ട്യത്തോടുള്ള മനോഭാവത്തെയാണ് നമ്മൾ ഇന്ന് എതിരിട്ടുകൊണ്ടിരിക്കുന്നത്. It is the same mindset that Mr. Narendra Modi has, that Mr. Amit Shah has, and Mr. Hemanta Sharma has in Assam. ഇതേ മനോഭാവമാണ് നരേന്ദ്രമോദിക്കുള്ളത്, ഇതേ മനോഭാവമാണ് അമിത്ഷായ്ക്കുള്ളത്, ഇതേ മനോഭാവമാണ് ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുള്ളത്. Political leaders work and should work with humility and in partnership with the people of their state.
രാഷ്ട്രീയ നേതാക്കൾ വിനയത്തോടു കൂടിയാണ് പ്രവർത്തിക്കേണ്ടത്. അവർ ജനങ്ങളോട് പങ്കാളിത്തത്തോടു കൂടിയാണ്, സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത്. This is not the time of the Maharajas when the king would say, nobody else but me can rule this state. ഇത് മറ്റാരുമില്ല, ഞാൻ മാത്രമെന്ന് മഹാരാജാവ്, ഒരു രാജാവ് വന്ന് പറയുന്ന മഹാരാജാക്കന്മാരുടെ കാലമല്ല ഇന്നത്തേത്. This is also an insult to every single leader in the left front. അത് മാത്രമല്ല, ഇങ്ങനെ പറയുന്നത് ഇടതുപക്ഷത്തെ മറ്റെല്ലാ നേതാക്കന്മാരോടുമുള്ള അവഹേളനം കൂടിയാണ്. That all of you are fools and only the chief minister can lead Kerala. ഇടതുപക്ഷ നേതാക്കളോട് പറയാണ്, നിങ്ങൾ എല്ലാം വിഡ്ഢികളാണ്, ഈ കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് മാത്രമേ കേരളത്തെ നയിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. I am surprised that some of his advisors didn't tell him, please don't make such a crazy blunder. ഞാൻ അതിശയിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഉപദേശികൾ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല എന്നതോർത്ത് ഞാൻ അതിശയിക്കുകയാണ്. Leadership should be about humility, about compassion, about respect of the people of the state. നേതൃത്വം എന്ന് പറയുന്നത് വിനയത്തെക്കുറിച്ചുള്ളതായിരിക്കണം, ജനങ്ങളോടുള്ള സഹാനുഭൂതിയായിരിക്കണം, ജനങ്ങളോട് ബന്ധം. സോറി, How will you understand what people are going through? How will you understand the pain of a farmer? How will you understand the pain of a laborer? How will you understand the pain of a small businessman whose business is failing? How will you understand the desire of a young Keralite to succeed in life if you believe that you are the only person who is capable of anything? എനിക്ക് മാത്രമാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു കർഷകന്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു തൊഴിലാളിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന്റെയോ ചെറുപ്പക്കാരിയുടെ ആശയാഭിലാഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? This disease is there in the BJP, it is there in the RSS, and it is there in the left front and CPM. ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഇത് BJP-യിലുണ്ട്, ഇത് RSS-ലുണ്ട്, അത് ഇന്ന് LDF-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും CPM-ലുമുണ്ട്.